എല്ലാവർക്കും നമസ്കാരം. മാസ്റ്റർ കീ അക്കാഡമിയുടെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സ്കൂൾ ടെക്സ്റ്റുകളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള സ്കൂൾ ടെക്സ്റ്റുകളാണ് ഇപ്പോഴത്തെ എല്ലാ PSC എക്സാമുകൾക്കും. 10ാം ക്ലാസ് +2 ലെവലിലുള്ള LP UP എക്സാമുകൾക്ക് ഒക്കെ നമുക്ക് വേണ്ടുന്ന സ്കൂൾ ടെക്സ്റ്റാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം വരുന്ന ഭാഗങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബയോളജിയിലെ 5ാം ക്ലാസ് മുതലുള്ള ടെക്സ്റ്റുകൾ നമ്മൾ ചാപ്റ്റർ വൈസ് നമ്മൾ നോക്കി തുടങ്ങി. ഒരു 3 ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്ത 4ാമത്തെ ചാപ്റ്ററാണ്, അതായത് ബേസിക് സയൻസിലെ 7ാമത്തെ ചാപ്റ്ററായിട്ട് വരും. ആ ചാപ്റ്ററാണ് എന്ത്? ഇന്ദ്രിയാജാലം എന്ന് പറയുന്നത്. ഇന്ദ്രിയജാലം അതായത് നമ്മുടെ സെൻസ് ഓർഗൻസുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രൈമറി, ഏറ്റവും അടിസ്ഥാന കാര്യങ്ങൾ മാത്രം പറയുന്ന ഒരു ചാപ്റ്ററാണ്. മനസ്സിലായോ? ഇതിന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ 9ലും 10ലും ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. കുറച്ചുകൂടെ വാസ്റ്റ് ഏരിയയിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇത് അതിൻ്റെ ഏറ്റവും ബേസ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ബേസ് കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് പറയുന്നത്. നമ്മുടെ ബേസിക് സയൻസിലെ പുതിയ ടെക്സ്റ്റ് ബുക്ക് ബേസിക് സയൻസിലെ 5ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ, അതായത് 2ാം ഭാഗത്തിലെ ചാപ്റ്ററാണെന്ത്? ഇന്ദ്രിയജാലം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. നാണ്ടേ നമ്മൾ ചാപ്റ്റർ തുടങ്ങുന്നത് കുറേ കഥകൾ പറഞ്ഞുകൊണ്ടാണ്, ഇല്ലയോ? ഇതിനകത്ത് കുറേ ആൾക്കാരെ നമുക്ക് കാണാം ഇന്ദ്രിയജാലം എന്ന ഒരു ചാപ്റ്ററിനകത്ത്. ആദ്യത്തത് ഒരു പട്ടിക്കുട്ടിയുടെ ഫോട്ടോ വന്നിട്ട് അവിടെ പറയുന്നുണ്ട്, ഞാൻ ചെറിയ ശബ്ദം പോലും തിരിച്ചറിയുന്നു. ഇവിടെ പരുന്തിൻ്റെ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. അവിടെ പറയുന്നുണ്ട്, വളരെ ദൂരെയുള്ള ഇരയെ പോലും എനിക്ക് കാണാൻ കഴിയുമെന്ന്. ചിത്രശലഭമാകട്ടെ പറയുന്നത്, എൻ്റെ കാലുകൾ ഉപയോഗിച്ച് രുചി തിരിച്ചറിയാൻ കഴിയും. ഓക്കെ, കരടി പറയുന്നുണ്ട്, എനിക്ക് നേരിയ ഗന്ധം പോലും തിരിച്ചറിയാൻ കഴിയും. ഇനി മുതല പറയുന്നുണ്ട് എന്ത്? എൻ്റെ ശരീരം പാറ പോലാണ്, പക്ഷേ എവിടെ തൊട്ടാലും ഞാൻ അറിയും. മനസ്സിലായോ? അപ്പോൾ ഇവിടെ എല്ലാം പറഞ്ഞിരിക്കുന്നത്, ആദ്യത്തെ ആൾ ശബ്ദം കേൾക്കും, ചെറിയ ശബ്ദം പോലും കേൾക്കും എന്ന് പറയുന്നത്. 2ാമത്തെ ആൾ കാഴ്ചയെ പറ്റിയാണ് പറയുന്നത്. 3ാമത്തെ ആൾ രുചി തിരിച്ചറിയുന്ന കാര്യമാണ് പറയുന്നത്. 4ാമത്തെ ആൾ ഗന്ധം അറിയുന്നത്. 5ാമത്തെ ആൾ സ്പർശനം അറിയുന്നത്. മനസ്സിലായോ? അതായത് ഇന്ദ്രിയങ്ങൾ. ഇതാണ് നമ്മുടെ സെൻസ് ഓർഗൻസ് എന്ന് പറയുന്നത്. ക്ലിയർ? ഈ സെൻസ് ഓർഗൻസ് ഇതാണ് സെൻസ് ഓർഗൻസ് എന്ന് പറയുന്നത്. അതായത് ഇതിനകത്ത് പരുന്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു കണ്ണ്, അതായത് ദൂരക്കാഴ്ച പോലും കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രധാന അവയവമാണ് എന്ത്? കണ്ണെന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പൂമ്പാറ്റ പറഞ്ഞു. പൂമ്പാറ്റയ്ക്ക് എന്താ? രുചി തിരിച്ചറിയുന്നത്. പൂമ്പാറ്റ എന്താ ചെയ്യുന്നത്? എൻ്റെ കാലുകൾ ഉപയോഗിച്ച് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? രുചി തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. അപ്പോൾ പൂമ്പാറ്റയെ സംബന്ധിച്ച് എന്താ വരുന്നത്? കാല് എന്തിനു വേണ്ടിയിട്ടുള്ളതാ? പൂമ്പാറ്റയെ സംബന്ധിച്ച് കാല് എന്തിനു വേണ്ടിയിട്ടുള്ളതാ? കാല് രുചി അറിയാൻ വേണ്ടിയിട്ട്. ഇനി മുതലയുടെ എന്ത് വരും? നമ്മൾ പറഞ്ഞേ എൻ്റെ ശരീരം പാറ പോലെയാണ്, പക്ഷേ എന്ന് പറഞ്ഞാലും എൻ്റെ എവിടെ തൊട്ടാലും എനിക്കത് അറിയാൻ പറ്റും, ഞാൻ പെട്ടെന്ന് അറിയും. അതായത് അതിൻ്റെ ത്വക്ക്, സ്പർശനം അറിയാൻ പറ്റുമെന്നുള്ളതാണ് എന്ത്? മുതലയുടെ പ്രത്യേകത. ഇനി നായ, ഞാൻ ചെറിയ ശബ്ദം പോലും കേൾക്കുമെന്നാണ് പറഞ്ഞത്, അല്ലയോ? അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട അവയവമാണ് ചെവി, ശബ്ദം തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ കരടി, ഞാൻ നേരിയ ചെറിയ മണം അടിച്ചാൽ പോലും ഞാൻ പെട്ടെന്ന് അറിയും. അപ്പം മണം, അതായത് മൂക്ക്, അതാണെന്ത്? അതിന് മണം തരുന്നത്, മണം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. അതാണ് നമ്മൾ ആ ചാപ്റ്ററിനകത്ത് പറയുന്നത്. അപ്പം ഇതെല്ലാം എന്തിനെക്കുറിച്ചാണ് പറഞ്ഞേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്ഞാനേന്ദ്രിയങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അതായത് ചുറ്റുപാടുകളെ മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്ന വിവിധ തരം അവയവങ്ങൾ ജന്തുക്കൾക്കുണ്ട്. ഈ അവയവങ്ങളെയാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്, സെൻസ് ഓർഗൻസ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് നമ്മൾ എന്ത് പറയും? സെൻസ് ഓർഗൻസ് എന്ന് പറയും. ഏതൊക്കെയാണ് സെൻസ് ഓർഗൻസ്? കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക്. കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക്. ഇതാണ് നമ്മുടെ 5 സെൻസ് ഓർഗൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ സെൻസ് ഓർഗൻസ് എന്ന് പറഞ്ഞാൽ? നമ്മുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അതിനെ മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന നമ്മുടെ ശരീരത്തിലെ പല ഭാഗങ്ങൾ, പല അവയവങ്ങൾ, അവയാണ് നമ്മൾ ജ്ഞാനേന്ദ്രിയങ്ങൾ അല്ലെങ്കിൽ സെൻസ് ഓർഗൻസ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക്. ഓക്കെ, ഇതാണ് മനുഷ്യരുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. കണ്ണ് കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടാണ് കണ്ണ്. പിന്നെ ചെവി ശബ്ദം അറിയാൻ വേണ്ടിയിട്ട്, ശബ്ദം അറിയുക. പിന്നെ മൂക്ക് ഗന്ധം അറിയാൻ വേണ്ടിയിട്ട്. നാക്ക് രുചി അറിയാൻ വേണ്ടിയിട്ട്. ത്വക്ക്
സ്പർശനം അറിയാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? ഈ 5 സെൻസ് ഓർഗൻസ് നമ്മൾ പറഞ്ഞു. ഇനി ഈ സെൻസ് ഓർഗൻസിനെ പറ്റി, ഈ 5 ഭാഗങ്ങളെക്കുറിച്ച് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം മാത്രമാണ് ഈ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ? സെൻസ് ഓർഗൻസിനെ പറ്റി വിശാലമായിട്ട് ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇതിനകത്ത് വളരെ ബേസ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത്. ആ ഒരു ലെവലിലേ നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് ഇപ്പോൾ പഠിക്കുന്നുള്ളൂ. ഓക്കെ, നമുക്കിനി ഓരോ സ്ലൈഡുകൾ നോക്കാം. ആദ്യത്തത് താണ്ടെ കണ്ണുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഫസ്റ്റ് പറയുന്നത്. കണ്ണ്. ഈ ജീവികളിനകത്ത് കണ്ണിൻ്റെ പ്രത്യേകതയൊക്കെ കണ്ടോ? കണ്ണ് നമുക്കറിയാം ഉപയോഗം എന്താണെന്ന് വെച്ചാൽ കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. കാണാൻ വേണ്ടിയിട്ട്, കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട്, ചുറ്റുമുള്ള കണ്ണുകൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കണ്ണ് നമുക്ക് തന്നിരിക്കുന്നത്. എന്നാൽ ചില ജീവികളിൽ കണ്ണിൻ്റെ സ്ഥാനം നോക്കി, ഈ ആട് അതേപോലെ കോഴിയുടെ ഒക്കെ കണ്ണിൻ്റെ സ്ഥാനം ഏകദേശം സൈഡിലായിട്ടാണ് വരുന്നത്, അല്ലയോ? ആടിൻ്റെയും സൈഡിലായിട്ടാണ്, പശുക്കളുടെ ഒക്കെ കണ്ണ് വരുന്നത് ചെറിയ സൈഡിലായിട്ടാണ് വരുന്നത്. എന്നാൽ കടുവ, സിംഹം പോലുള്ളവർക്ക് കണ്ണ് വരുന്നതെന്ന് പറഞ്ഞാൽ കറക്റ്റ് സ്ട്രെയിറ്റിലാണ്. മനുഷ്യന്മാർക്കൊക്കെ കണ്ണ് വരുന്നത് എവിടെ? സ്ട്രെയിറ്റ് ആണ്. അതെന്തുകൊണ്ടാണ്? തലയുടെ മുൻവശത്തെ കണ്ണുകളുള്ള ജീവികൾക്ക് വസ്തുവിൻ്റെ സ്ഥാനവും അകലവും കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്നു. മനസ്സിലായോ? ഒരു വസ്തു എവിടെ നിൽക്കുന്നു, എത്ര ദൂരം നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും ആ കണ്ണ് നമ്മുടെ മുമ്പിലാണ് സ്ഥാനമെങ്കിൽ. കണ്ണ് നമ്മുടെ മുഖത്തിൻ്റെ മുമ്പിലാണ് അതിൻ്റെ സ്ഥാനമെങ്കിൽ അതുകൊണ്ട് എന്താ പ്രയോജനം? നമുക്കൊരു വസ്തു കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റും. അത് എത്ര ദൂരത്തിലാണ് നിൽക്കുന്നതെന്ന് എത്ര കൃത്യമായിട്ട് നമുക്കറിയാൻ പറ്റും എവിടെ? കണ്ണ് മുൻവശത്താണെങ്കിൽ. അതുകൊണ്ടാണ് കടുവ, സിംഹം തുടങ്ങിയ ജീവികളുടെ ഈ പ്രത്യേകതയാണ് അവയെ ഇര പിടിപ്പിക്കാൻ സഹായിക്കുന്നത്. അപ്പോൾ ഒരു സിംഹം ഇരയെ നോട്ടമിട്ട് കഴിഞ്ഞാൽ സിംഹത്തിനറിയാം അത് എത്ര ദൂരമാണ് നിൽക്കുന്നത്, കൃത്യമായിട്ടുള്ള കണക്കറിയാൻ പറ്റും. കാരണം എന്താ? അതിൻ്റെ കണ്ണ്. അതാണ് അതിൻ്റെ കണ്ണിൻ്റെ പ്രത്യേകത. മനസ്സിലായോ? തലയുടെ വശങ്ങളിൽ, ഇനി വശങ്ങളിൽ കണ്ണുകളുള്ള ജീവികൾക്ക് 2 വശങ്ങളിലേക്കുമുള്ള കാഴ്ച സാധ്യമാക്കുന്നു. മാന്, മുയൽ തുടങ്ങിയ ജീവികൾക്കും ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാൻ ഈ പ്രത്യേകത സഹായിക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പം അത്തരം ജീവികൾക്ക്, മാനിനും മുയലിനുമൊക്കെ എന്തുകൊണ്ടാണ് ഈ 2 സൈഡിൽ കണ്ണ് വരാൻ കാരണം? ശത്രുക്കളെ തിരിച്ചറിയാൻ വേണ്ടി. അതായത് ഈ 2 സൈഡും അവരുടെ കാഴ്ച പോകുന്നുണ്ട്. മനസ്സിലായോ? നമുക്കെന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ആണ്. നമ്മുടെ കണ്ണിലെ കാഴ്ച എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ആണ്. നമ്മുടെ മുഖം എങ്ങോട്ടാണോ നമ്മൾ ഫേസ് ചെയ്യുന്നത് അവിടുത്തെ കാഴ്ചകളാണ് നമുക്ക് വരുന്നത്. എന്നാൽ മാൻ, മുയൽ പോലുള്ള ജീവികൾക്ക് എന്ത് ചെയ്യും? അതിൻ്റെ വശങ്ങളിൽ കണ്ണ് വെക്കുന്നുണ്ട്. അവരുടെ വശങ്ങളിൽ ഏതെങ്കിലും ശത്രുക്കൾ വരുന്നുണ്ടോ എന്ന് പോലും അറിയാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൂടിയാണ് അവർക്ക് അങ്ങനൊരു കണ്ണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഓരോ ജീവികൾക്കും അതിൻ്റെ സ്ഥാനത്തിന് എന്തോരം പ്രത്യേകതയുണ്ട് എന്ന് മനസ്സിലായി കാണുമല്ലോ. ഇനി ഇതിനകത്ത് കുറച്ച് ആൾക്കാരുടെ കണ്ണിലെ പ്രത്യേകത പറയുന്നത്. ആദ്യത്തെ നമ്മുടെ പൂച്ച, നമ്മളൊക്കെ പൂച്ച സാറെന്ന് വിളിക്കുന്ന പൂച്ചയുടെ കണ്ണിലെ കൃഷ്ണമണി പകൽ വെളിച്ചത്തിൽ, ഇത് പലതവണ എക്സാമിന് ചോദിച്ചിട്ടുള്ള, പണ്ടുള്ള പരീക്ഷകളിലൊക്കെ സ്ഥിരം ചോദിക്കാറുള്ള, പൂച്ചയുടെ കണ്ണിലെ കൃഷ്ണമണി പകൽ സമയ വെളിച്ചത്തിൽ ചുരുങ്ങിയും രാത്രിയിൽ പരമാവധി വികസിച്ചും കാണപ്പെടുന്നു. നേരിയ വെളിച്ചത്തിൽ പോലും അവയ്ക്ക് കാഴ്ച സാധ്യമാക്കും. പൂച്ചയുടെ കണ്ണുകളിൽ പ്രത്യേകതരം കോശങ്ങളുടെ ഒരു പാളിയുണ്ട്. അതാണ് രാത്രിയിൽ കണ്ണുകളുടെ തിളക്കത്തിന് കാരണം. അപ്പോൾ രാത്രിയിലൊക്കെ പൂച്ചയൊക്കെ വന്ന് നിന്ന് നമുക്ക് 2 കണ്ണിങ്ങനെ തിളങ്ങിക്കുന്നതാണ് കാണുന്നത്, അല്ലയോ? രാത്രിയൊക്കെ ഇരുട്ടത്തൊക്കെ ഒരു പൂച്ച ഇരിക്കുന്ന കാണും. എങ്ങനെ നമുക്ക് മനസ്സിലാവുന്നത്? അതിൻ്റെ കണ്ണിൻ്റെ തിളക്കമാണ്. ആ ഇരുട്ടത്ത് നമുക്ക് ആ കണ്ണ് നല്ല രീതിയിൽ തിളങ്ങും. മനസ്സിലായോ? അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തിറങ്ങിയ ആ കണ്ണുകളിൽ കാണപ്പെടുന്ന പ്രത്യേകതരം ഒരു കോശമുണ്ട്. മനസ്സിലായോ? ആ കോശത്തിനൊരു പേരും കൂടെ ഉണ്ട്, അതൊന്ന് ഓർത്ത് വെച്ചോണം. ടപ്പേറ്റം ലൂസിഡം. മനസ്സിലായോ? ടപ്പേറ്റം ലൂസിഡം എന്ന് പറയുന്നതാണ്. ടപ്പേറ്റം ലൂസിഡം എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം കോശങ്ങൾ കാരണമാണ് രാത്രി കാലങ്ങളിൽ പൂച്ചയുടെ കണ്ണിൻ്റെ തിളക്കത്തിന് കാരണം. ഓക്കെ, അപ്പം മനസ്സിലായല്ലോ. ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഈ കൃഷ്ണമണി പകൽ സമയത്ത് ചുരുങ്ങുന്നത് ഏത് സമയത്ത്, വികസിക്കുന്ന ഏത് സമയത്ത് എന്നുള്ള രീതിയിൽ സ്റ്റേറ്റ്മെൻറ്റിൽ ചോദ്യം വരാം. അപ്പോൾ പൂച്ചയുടെ കണ്ണിലെ കൃഷ്ണമണി എങ്ങനെ? പകൽ വെളിച്ചത്തിൽ ചുരുങ്ങും, അതായത് വെട്ടം കൂടുമ്പോഴത്തേക്കിനും അത് ചുരുങ്ങും. രാത്രിയിൽ പരമാവധി വികസിക്കും. അതായത് നല്ല രീതിയിൽ വെളിച്ചം വരുമ്പോഴത്തേനും എന്ത് ചെയ്യും? അത്രയും വെട്ടം നമ്മുടെ കണ്ണിലേക്ക് കയറണ്ട. അപ്പോൾ അതുകൊണ്ടാണ് അത് ചുരുങ്ങി വെക്കുന്നത്. മനസ്സിലായോ? ചുരുങ്ങുന്നത്. എന്നാൽ രാത്രിയിൽ നമുക്ക് പരമാവധി വെളിച്ചം നമ്മുടെ ഉള്ളിലേക്ക് കയറണം. അതുകൊണ്ട് ആ കണ്ണിലെ കൃഷ്ണമണി വികസിക്കുന്നത്. മനസ്സിലായോ? പൂച്ചയുടെ കണ്ണുകളിൽ പ്രത്യേകതരം കോശങ്ങളുടെ ഒരു പാളിയുണ്ട്. ആ കോശങ്ങൾക്കാണ് ടപ്പേറ്റം ലൂസിഡം എന്ന് പറയുന്നത്. ആ കോശങ്ങൾ കാരണമാണ് രാത്രിയിൽ കണ്ണുകളുടെ തിളക്കത്തിന് കാരണം. രാത്രിയിൽ ഇര തേടുന്ന പല ജീവികളുടെയും കണ്ണുകൾക്ക് ഈ പ്രത്യേകതയുണ്ട്. മനസ്സിലായോ? കടുവ, സിംഹത്തിൻ്റെ ഒക്കെ നോക്കിയാലും അവരുടെയൊക്കെ കണ്ണിനും, ഇവരെല്ലാം ഒരേ കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരാണ്. അപ്പം അവരുടെയൊക്കെ കണ്ണിലും ഈ പ്രത്യേകത വരുന്നുണ്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ ആളാണ് മൂങ്ങ.
മൂങ്ങയ്ക്ക് തലയുടെ നേരെ മുൻഭാഗത്തായി വലിയ കണ്ണുകളാണുള്ളത്. അതുകൊണ്ട് അതിൻ്റെ കറക്റ്റ് മുമ്പിൽ മുൻവശത്ത് എന്തുണ്ട്, വലിയ 2 കണ്ണുണ്ട് അല്ലയോ. കഴുത്ത് പുറകോട്ട് തിരിച്ച് പുറകിലെ കാഴ്ചകൾ കാണാനും മൂങ്ങയ്ക്ക് സാധിക്കും. 180 റൊട്ടേഷൻ ചെയ്യാമല്ലോ അല്ലയോ. മൂങ്ങ കഴുത്ത് 180 ഡിഗ്രി തിരിയുമ്പോഴത്തേക്കും മുമ്പിലത്തെ കാഴ്ചയും കൃത്യമായിട്ട് കാണാം, പുറയിലത്തെ കാഴ്ചയും കൃത്യമായിട്ട് കാണാം. അപ്പോൾ കറക്റ്റ് ഫ്രണ്ടിലാണ് അതിൻ്റെ മുഖത്തിൻ്റെ കറക്റ്റ് ഫ്രണ്ടിലാണ് ആ വലിയ 2 കണ്ണുകൾ വരുന്നത്. ഓക്കെ. പിന്നെ മരയോന്ത്. മരയോന്തിന് ഒരേ സമയം കണ്ണുകളെ വ്യത്യസ്ത ദിശയിലേക്ക് ചലിപ്പിച്ച് ചുറ്റുമുള്ള കാഴ്ചകൾ കാണാൻ കഴിയുന്നു. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇത് മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. മനസ്സിലായോ? ഒരേ സമയം കണ്ണുകളെ വ്യത്യസ്ത ദിശയിലേക്ക് ചലിപ്പിച്ച് ചുറ്റുമുള്ള കാഴ്ചകൾ കാണാൻ കഴിയുന്ന ജീവി ഏതെന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. ഏതാത്? മരയോന്ത്. മരയോന്തിൻ്റെ 2 കണ്ണും 2 ദിശയിലേക്ക് പോകും ഇല്ലയോ. ഒരേ സമയം തന്നെ ഒരു കണ്ണ് അങ്ങോട്ടാണെങ്കിൽ മറ്റേ ഇപ്പുറത്തെ കണ്ണ് വേറെ എടുത്തോട്ട് നോക്കാം. അപ്പം 2 വ്യത്യസ്ത ദിശയിലേക്ക് നോക്കാനുള്ള കഴിവാർക്കുണ്ട്? മരയോന്തിനുണ്ട്. സോറി. അപ്പം മരയോന്തിൻ്റെ പ്രത്യേകതയാണ് ഒരേ സമയം കണ്ണുകളെ വ്യത്യസ്ത ദിശയിലേക്ക് ചലിപ്പിച്ച് ചുറ്റുമുള്ള കാഴ്ചകൾ കാണാൻ കഴിയുന്നു എന്നുള്ളത്. ഓക്കെ. അപ്പോൾ ഈ 3 പേരുടെയും കണ്ണിൻ്റെ പ്രത്യേകതകൾ മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞ എന്താ, പൂച്ചയുടെ കണ്ണിലെ കൃഷ്ണമണിയുടെ പ്രത്യേകത എന്താ, പകൽ വെളിച്ചത്തിൽ ചുരുങ്ങുകയും രാത്രി കാലങ്ങളിൽ പരമാവധി വെളിച്ചം കയറാൻ വേണ്ടിയിട്ട് വികസിക്കുകയും ചെയ്യുന്നു. ഇനി നേരിയ വെളിച്ചത്തിൽ പോലും അവയ്ക്ക് കാഴ്ച സാധ്യമാക്കാം. ചെറിയ വെട്ടത്തിൽ പോലും അവർക്ക് കാണാൻ പറ്റുന്നുണ്ട്. പൂച്ചയുടെ കണ്ണിൽ കാണപ്പെടുന്ന പ്രത്യേകതരം കോശങ്ങളാണ് ടപ്പേറ്റം ലുസിഡം എന്ന് പറയുന്നത്. അതാണ് രാത്രി കാലങ്ങളിൽ അവയുടെ കണ്ണുകൾ തിളങ്ങാൻ കാരണമെന്ന് പറയുന്നത്. പിന്നെ മൂങ്ങയുടെ മുഖത്തിൻ്റെ തൊട്ട് മുമ്പിൽ തന്നെയാണ്, മുൻവശത്ത് തന്നെയാണ് എന്തുള്ളത്, മൂങ്ങയുടെ ആ വലിയ കണ്ണുകളുള്ളത്. അതിന് 180 ചരിക്കാൻ പറ്റുന്നതുകൊണ്ട് പിറകിലെ കാഴ്ചകളും കാണാൻ പറ്റും. മരയോന്തിൻ്റെ പ്രത്യേകത എന്താ, ഒരേ സമയം കണ്ണുകളെ വ്യത്യസ്ത ദിശയിലേക്ക് ചലിപ്പിച്ച് ചുറ്റുമുള്ള കാഴ്ചകൾ കാണാൻ പറ്റും അല്ലയോ. ഈ കണ്ണുകൊണ്ട് ഇവിടുത്തെ കാഴ്ചയാണെങ്കിൽ ഈ കണ്ണുകൊണ്ട് കുറച്ചുകൂടെ പുറയിലത്തെ കാഴ്ച കാണാൻ പറ്റും. അപ്പോൾ ആ വ്യത്യസ്ത ദിശയിലെ കാഴ്ചകൾ ഒരേ സമയത്ത് കാണാൻ ആർക്ക് പറ്റും? നമ്മുടെ മരയോന്തിന് പറ്റും. അത് മുമ്പ് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യവുമാണ്. ഓക്കെ. ഇനി രോഗങ്ങൾ, കണ്ണിനെ ബാധിക്കുന്ന ചില രോഗങ്ങളാണ്. ഒത്തിരിയും ആഴത്ത് നമ്മൾ ജസ്റ്റ് പേര് മാത്രം തൽക്കാലം ഈ ഒരു ചാപ്റ്ററിനകത്ത് പറയുന്നുണ്ട്. ചെങ്കണ്ണിൻ്റെ ഒരു റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. സംസ്ഥാനത്തെ ചെങ്കണ്ണ് ബാധിച്ച ഒട്ടേറെ പേർ ചികിത്സ തേടുന്നുണ്ട്. കുട്ടികൾക്കിടയിലാണ് ഈ രോഗം വേഗത്തിൽ പകരുന്നത്. സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗമായതിനാൽ രോഗി ഉപയോഗിച്ച വസ്തുക്കൾ സ്പർശിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇതൊരു മെഡിക്കൽ ഓഫീസർ ഒരു പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ എഴുതിയ നോട്ടീസ് ആണെങ്കിലും നമുക്ക് വേണ്ടുന്ന ചില കാര്യങ്ങൾ ഇതിനകത്തുണ്ട് അല്ലയോ. ചെങ്കണ്ണെന്ന് പറയുന്നത് എന്താ, വേഗത്തിൽ പകരുന്ന ഒരു രോഗമാണ്. മനസ്സിലായോ? ആർക്കിടയിലാണ്? ഏറ്റവും കൂടുതൽ കുട്ടികൾക്കിടയിൽ വേഗത്തിൽ പകരുന്ന ഒരു രോഗമാണ് എന്ത്, ചെങ്കണ്ണെന്ന് പറയുന്നത്. അപ്പോൾ അത് വേണമെങ്കിൽ എക്സാമിന് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ചെങ്കണ്ണ് എങ്ങനെ കുട്ടികൾക്കിടയിൽ ഈ രോഗം വേഗത്തിൽ പകരുന്നുണ്ട്. അതേപോലെ സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗമാണെന്ത്, കോണ്ടാക്റ്റിലൂടെ പകരുന്ന രോഗമാണ് ചെങ്കണ്ണെന്ന് പറയുന്നത്. കോണ്ടാക്റ്റിലൂടെ പകരുന്ന രോഗമാണ് ചെങ്കണ്ണെന്ന് പറയുന്നത്. അത് വരാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? ഉപയോഗിച്ച വസ്തുക്കൾ സ്പർശിക്കാതിരിക്കുക. രോഗി ഉപയോഗിച്ച വസ്തുക്കളൊന്നും സ്പർശിക്കാതിരിക്കുക. കാരണം കോണ്ടാക്റ്റ് വഴിയാണ് പകരുന്നത്. അതുകൊണ്ട് കോണ്ടാക്റ്റിൽ വരാതിരിക്കുക. ആ രീതിയിലാണ് നമുക്ക് ചെങ്കണ്ണ് ഒഴിവാക്കാൻ പറ്റുന്നത്. ഓക്കെ. ചെങ്കണ്ണിൻ്റെ ലക്ഷണങ്ങളാണ്: കണ്ണിൽ വേദന അനുഭവപ്പെടുന്നു, കണ്ണിന് ചുവപ്പ് നിറം, അതേപോലെ തലവേദന, കണ്ണിലെ പഴുപ്പൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. മനസ്സിലായോ? അപ്പോൾ ഒരു രോഗമാണ് ചെങ്കണ്ണെന്ന് പറയുന്നത്. പിന്നെ വരുന്നൊരു രോഗമാണെന്ത്, ഹ്രസ്വദൃഷ്ടി എന്ന് പറയും. ഹ്രസ്വദൃഷ്ടി അതായത് അടുത്തുള്ള വസ്തുക്കൾ നമുക്ക് ഷോർട്ട് സൈറ്റ്, അടുത്തുള്ളതാണ് കാണാൻ പറ്റുന്നത്. മനസ്സിലായോ? അടുത്തുള്ളത് കാണാൻ പറ്റും. അടുത്തുള്ള വസ്തുക്കൾ കാണുകയും ദൂരെയുള്ള വസ്തുക്കൾ ശരിയായി കാണാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഹ്രസ്വദൃഷ്ടി എന്ന് പറയുന്നത്. മനസ്സിലായോ? ലോങ് സൈറ്റ് എന്ന് പറഞ്ഞാൽ ദൂരെ ഉള്ളത് കാണാൻ പറ്റും. ദീർഘദൃഷ്ടി എന്ന് പറഞ്ഞാൽ എന്തുവാ, ദീർഘമുള്ളത് ദൃഷ്ടിയിൽ പെടുന്നുണ്ട് അല്ലയോ. അതായത് ദൂരെയുള്ള വസ്തുക്കൾ കൃത്യമായി കാണുകയും അടുത്തുള്ള വസ്തുക്കൾ ശരിയായി കാണാതിരിക്കുകയും ചെയ്യുന്നതാണ് ദീർഘദൃഷ്ടി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇതാണ് ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടി എന്ന് പറയുന്നത്. ക്ലിയർ? ഇത് കൂടാതെ കണ്ണിനെ ബാധിക്കുന്ന കുറേ രോഗങ്ങളുണ്ട്. സിറോഫ്താൽമിയ, നിശാന്തത, വർണ്ണാന്തത, പിന്നെ കെരാറ്റോമലേസിയ, കാറ്ററാക്റ്റ്, തിമിരം, ഇതൊക്കെ ഇതിന് വരുന്ന എക്സാമ്പിളുകളാണ്. അപ്പം രോഗങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് പിന്നെ കുറച്ചുകൂടെ വലിയ ക്ലാസ്സുകളിൽ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വെച്ച് നമ്മൾ നിർത്തുന്നത്. ഓക്കെ.
വേണ്ടേ കണ്ണിനൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ കണ്ണാശുപത്രി മിക്കുള്ളവരും പോയിട്ടുള്ളതാണ്. അപ്പോൾ കണ്ണാശുപത്രി ചെല്ലുമ്പം തന്നെ അവിടുത്തെ ആൾ പറയും ഇതൊന്ന് വായിച്ചേ, ഒരു ബോർഡ് എടുത്ത് നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് പറയും ഇതൊന്ന് വായിക്കാൻ പറയും. മലയാളം വായിക്കാൻ അറിഞ്ഞുകൂടാങ്കിൽ ഇംഗ്ലീഷ് തരും, ഇംഗ്ലീഷ് വായിക്കാൻ അറിഞ്ഞുകൂടാങ്കിൽ മലയാളത്തിൽ തരും, ഇല്ലയോ? നമ്പറുകൾ കാണും. അപ്പോൾ ഇങ്ങനൊരു ബോർഡ് കാണും. ഇതിനെയാണ് നമ്മൾ സ്നെല്ലൻ ചാർട്ട് എന്ന് പറയുന്നത്. ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്? സ്നെല്ലൻ ചാർട്ട് എന്ന് പറയുന്നത്. മനസ്സിലായ? സ്നെല്ലൻ ചാർട്ട് ക്ലിയർ? 1862 ഡച്ച് നേത്രരോഗ വിദഗ്ധനായ ഹെർമൻ സ്നെല്ലനാണ് ഇത് തയ്യാറാക്കിയത്. അപ്പോൾ ഇത് തയ്യാറാക്കിയത് ആരാന്ന് വെച്ചാൽ ഹെർമൻ സ്നെല്ലനാണ് തയ്യാറാക്കിയത്. കാഴ്ച പരിശോധിക്കാൻ സാധാരണയായി ഉപയോഗിച്ചു വരുന്ന ഈ ചാർട്ടിൽ പല വലുപ്പത്തിലുള്ള അക്ഷരങ്ങളാണുള്ളത്. മുകളിൽ നിന്നും താഴേക്ക് വരുന്തോറും വലിപ്പം കുറഞ്ഞു വരുന്ന രീതിയിലാണ് അക്ഷരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. അതാണ്ട് ആദ്യത്തെ നല്ല വലുതാണ്, അതൊക്കെ എല്ലാവർക്കും വായിക്കാൻ പറ്റും. ചിലർക്ക് രണ്ടാമത്തെ ലൈൻ വരയ്ക്കാൻ പറ്റും, 3 വായിക്കാം, 4 വായിക്കാം. എന്നാൽ 5 തൊട്ട് ഇങ്ങോട്ട് മങ്ങാൻ തുടങ്ങും. 6 പറ്റുന്നില്ല, 7 പറ്റുന്നില്ല, 8 പറ്റുന്നില്ല. മനസ്സിലായോ? അപ്പം ഈ പറ്റുന്ന ലെവൽ അനുസരിച്ചാണ് ഓരോ കണ്ണിൻ്റെ പവറും മറ്റു കാര്യങ്ങളും ഒക്കെ നിർണ്ണയിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് സ്നെല്ലൻ ചാർട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ അക്ഷരങ്ങളെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് പല വ്യത്യസ്ത അളവുകളാണ്. അത് മോളിൽ നിന്ന് താഴോട്ട് വരുമ്പം അളവ് കുറഞ്ഞാണ് വരുന്നത്, അല്ലയോ? അതേപോലെ സ്നെല്ലൻ ചാർട്ട് നമുക്ക് എവിടെയെങ്കിലും നിന്ന് വായിക്കാൻ പറ്റത്തില്ല, അല്ലയോ? നമ്മുടെ ഒരു ബുക്ക് വായിക്കുന്ന പോലെ ഇങ്ങനെ അടുത്ത് വെച്ച് വായിക്കാൻ പറ്റുമോ? ഇത്ര അടുത്ത് നിന്ന് എനിക്ക് വായിക്കാൻ പറ്റുമോ? ഇല്ല. എത്ര അകലെ നിൽക്കണം? 6 മീറ്റർ അകലെ നിന്നുകൊണ്ടാണ് എന്ത് വായിക്കേണ്ടത്? സ്നെല്ലൻ ചാർട്ട് വായിക്കേണ്ടത്. അപ്പോൾ സ്നെല്ലൻ ചാർട്ട് വായിക്കേണ്ട എവിടെയാണെന്ന് ചോദിച്ചാൽ 6 മീറ്റർ അകലെ നിന്നുകൊണ്ടാണ്. ക്ലിയർ? അതേപോലെ തന്നെ സ്നെല്ലൻ ചാർട്ടിൻ്റെ വേറൊരു പേരാണ് ലോക്മാർ എന്ന് പറയും. ലോക്മാർ എന്ന് പറയുന്നതും ആരെ തന്നെയാണ്? സ്നെല്ലൻ ചാർട്ടാണ്. സ്നെല്ലൻ ചാർട്ടാണ് ലോക്മാർ എന്ന് പറയുന്നത്. ക്ലിയർ? സ്നെല്ലൻ ചാർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളൊക്കെയാണല്ലോ. ഇനി കാഴ്ചയ്ക്ക് പ്രശ്നമുള്ളവർ, കണ്ണ് കാണാൻ സാധിക്കാത്തവരൊക്കെ ഈ പല കാര്യങ്ങളും തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മനസ്സിലായോ? ഇപ്പോൾ ട്രെയിനിൽ നമ്മൾ കയറുമ്പം, ട്രെയിനിൽ യാത്ര ചെയ്യുമ്പം നമ്മുടെ സീറ്റ് നമ്പർ കൊടുത്തിട്ടുണ്ടാവും. ആ സീറ്റ് നമ്പറിൻ്റെ അടുത്ത് ദാണ്ടെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ഇവിടെ കുറേ ഡോട്ടുകളുണ്ട്, അല്ലയോ? ഇവിടെ കുറേ ഡോട്ടുകളുണ്ട്. ഈ ഡോട്ടുകൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഡോട്ടുകൾ എന്താ കാണിക്കുന്നത്? നമ്പറും അതിൽ ഏത് ബെർത്തും ആണെന്നുള്ളതാണ് കാണിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ സീറ്റ് നമ്പറും ബെർത്തും ഒക്കെയാണ് ഇത് കാണിക്കുന്നത്. മനസ്സിലായോ? ഇതെന്തിനു വേണ്ടിയിട്ട് ആ കുത്തിലൂടെയാണ് കാഴ്ച വൈകല്യമുള്ളവർ തിരിച്ചറിയുന്നത്. അതേപോലെ ഫുട്പാത്തിൽ ടൈല് ഇങ്ങനെ കുറേ വരകൾ പോലെ കാണും. അപ്പോൾ എത്ര നമ്മൾ വക്കത്തെത്താറായെങ്കിൽ അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരകളൊക്കെ കൊടുത്തിരിക്കുന്നത്, അല്ലയോ? അതേപോലെ നോട്ടുകൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നോട്ടിൽ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. നോട്ടുകളിലെ വശങ്ങളിലുള്ള ടാക്ടൈൽ വരകളും വലിപ്പ വ്യത്യാസമാണ് കാഴ്ച വെല്ലുവിളി നേരിടുന്നവരെ തിരിച്ചറിയാൻ സഹായിക്കുന്നത്. മനസ്സിലായോ? അതായത് പഴയ നോട്ടുകൾ എടുത്തു കഴിഞ്ഞാൽ പഴയ നോട്ടുകൾക്കെല്ലാം അളവ് വ്യത്യാസം വരും. അപ്പോൾ അളവിൽ നിന്ന് തന്നെ ഏറെക്കുറെ മനസ്സിലാകാം. പക്ഷേ എന്നാൽ പുതിയ നോട്ടുകളുടെ അളവിൽ അത്രത്തോളം വ്യത്യാസമില്ലാത്തതുകൊണ്ട് അതിനകത്തെ വരകളാണ് ഇവർ ഉപയോഗിക്കാറുള്ളത്. അതാണ്ട് 100 രൂപ നോട്ട് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 2 വശത്തും മധ്യഭാഗത്തും 4 വരകൾ കാണാം. 4 വരകൾ കാണാം. ഈ 4 വരയിൽ 2 എണ്ണത്തിൽ കഴിഞ്ഞ് ഒരു ചെറിയ ഗ്യാപ്പ് വരും. അപ്പം 4 വരകൾ ഇങ്ങനെ കാണും. 100 രൂപ നോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ 4 വരകൾ കാണും. മനസ്സിലായോ? 4 വരകൾ കാണും. അത് 2 എണ്ണം കഴിഞ്ഞ് ചെറിയൊരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത 2 എണ്ണം വരുന്നത്. ക്ലിയർ? ഇങ്ങനെ 4 വര വന്നു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. അതായത് ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും അതിനകത്ത് ഈ വരകൾ ഏത് രൂപ, എത്ര രൂപ നോട്ടാണെന്നുള്ളത്. അതേപോലെ 200 രൂപ നോട്ടിനാണെങ്കിലും അതേപോലെ 4 വരകളുണ്ട്. മനസ്സിലായോ? പക്ഷേ ആ വരകൾക്കിടയിൽ എന്തുവാ? ചെറിയൊരു വൃത്തമായിരിക്കും. അതായത് ഇങ്ങനെ 2 വരയും ഇങ്ങനെ 2 വരയും, എന്നിട്ട് ഇതിൻ്റെ സൈഡിൽ എന്ത് കാണും? ചെറിയ ഒരു വൃത്തം കാണും, ഇങ്ങനെ സർക്കിൾ കാണും. ഇതാണ് 200 നോട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തിരിച്ചറിയുന്നത്. പിന്നെ 500 രൂപ നോട്ടിലാണെങ്കിൽ 5 വരകളായിരിക്കും ഉണ്ടാവുന്നത്. ഇങ്ങനെ 5 വരകളായിരിക്കും വരുന്നത്. ഇങ്ങനെ 5 വരകളായിരിക്കും 500 രൂപ നോട്ടിനകത്ത് വരുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഈ വരകളുടെ സഹായത്തോടു കൂടിയാണ് നോട്ട് അവർ തിരിച്ചറിയുന്നത്. പിന്നീട് ഇതെല്ലാം ടോക്കിംഗ് വാച്ച് അല്ലെങ്കിൽ അതിൻ്റെ മിനിറ്റ് സൂചി തിരിച്ചറിയുന്ന വാച്ചുകളുണ്ട്. അതേപോലെ വൈറ്റ് കെയിൻ എന്ന് പറയുന്നതും അവർക്ക് ഉപയോഗിക്കുന്ന, അതായത് കാഴ്ച കാഴ്ച വൈകല്യമുള്ളവർ ഉപയോഗിക്കുന്ന ഒരു വെളുത്ത നിറത്തിലെ വടിയാണിത്. പിന്നെ ലൂയി ബ്രെയിൽ വികസിപ്പിച്ച ബ്രെയിൽ ലിപി എന്ന് പറയുന്നതാണെന്ത്? ആര് വികസിപ്പിച്ച? ലൂയി ബ്രെയിൽ വികസിപ്പിച്ചെടുത്ത കാഴ്ച പരിമിതി വൈകല്യമുള്ളവർക്ക് വായിക്കാൻ വേണ്ടി ഉപയോഗിച്ച ഒരു രീതിയാണെന്ത്? ബ്രെയിൽ ലിപി എന്ന് പറയുന്നത്, അല്ലയോ? ഇതെല്ലാം കാഴ്ച പരിമിതി ഉള്ളവർക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. പിന്നെ സ്മാർട്ട്
സ്മാർട്ട് കെയിനും അതേപോലെ തന്നെ അത് വഴി കണ്ടെത്താൻ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്, കൂടുതൽ എളുപ്പത്തിൽ വഴി കണ്ടെത്താൻ സഹായിക്കുന്നതാണ് സ്മാർട്ട് കെയിൻ എന്ന് പറയുന്നത്. അതേപോലെ തടസ്സം കണ്ടെത്താൻ അൾട്രാസോണിക് ഇൻഫ്രാറെഡ് സെൻസറുകൾ ഉപയോഗിച്ച് തത്സമയം തടസ്സങ്ങൾ കണ്ടെത്താം. അതായത് മുമ്പിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ ഇതിനകത്തുള്ള അൾട്രാസോണിക് ഇൻഫ്രാറെഡ് സെൻസർ ഉപയോഗിച്ച് തിരിച്ചറിയാൻ പറ്റും. പിന്നെ കണക്ടിവിറ്റി, സ്മാർട്ട് കെയിനുകൾക്ക് ബ്ലൂടൂത്ത് വഴി സ്മാർട്ട് ഫോണുകളിലേക്കോ മറ്റു ഉപകരണങ്ങളിലേക്കോ കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ കണക്ഷൻ എങ്ങനെയാണ് വരുന്നത്, ബ്ലൂടൂത്ത് വഴി നമുക്ക് നമ്മുടെ ഫോണിലോട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഉപകരണത്തിലോട്ടോ ഒക്കെ കണക്ട് ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ വീഴ്ച ഉണ്ടെങ്കിൽ താഴെ വീഴുകയും എഴുന്നേൽക്കാൻ കഴിയാതെ വരികയും ചെയ്താൽ ബന്ധപ്പെട്ടവരെ വിവരം അറിയിക്കുന്നു. അതാണ് നമ്മൾ താഴെ വീണിട്ട് നമുക്ക് എണീക്കാൻ വയ്യ, പിടിച്ചെണീക്കാനൊന്നും വയ്യ, കണ്ണ് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും, ആ ആപ്പിലൂടെ എന്ത് ചെയ്യും, അയാളുടെ ഡീറ്റെയിൽസൊക്കെ ബന്ധുക്കൾക്കും ഇതാർക്കാണോ ഷെയർ ചെയ്ത് കൊടുത്തിരിക്കുന്നത് അവർക്കൊക്കെ ആ ഡീറ്റെയിൽസ് പോകും. അതായത് വീണ് കിടക്കുക എന്നുള്ള ഒരു വിവരം എത്തും. പിന്നെ വ്യക്തിഗത ക്രമീകരണം, ക്രമീകരിക്കാവുന്ന ഉയരം, വ്യത്യസ്തത ഹാൻഡിൽ ഗ്രിപ്പുകൾ, വിവിധ സെൻസറി ഫീഡ്ബാക്ക് ക്രമീകരണങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റും. അത് നമ്മൾ നടന്നു പോകുമ്പോഴുള്ള ഹൈറ്റൊക്കെ വരുമല്ലോ, ആ ഹൈറ്റൊക്കെ നമുക്ക് ഇതിനകത്ത് ഫീഡ്ബാക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ ദത്തശേഖരണം, യാത്ര ചെയ്ത ദൂരം, നടത്ത വേഗത, നേരിടുന്ന തടസ്സങ്ങളുടെ വിവരങ്ങൾ തുടങ്ങിയവ ശേഖരിക്കാൻ ഇവയ്ക്ക് കഴിയും. മനസ്സിലായോ, നമ്മൾ എത്ര സ്പീഡിലാണ് നടക്കുന്നത്, എത്ര ദൂരം യാത്ര ചെയ്യുന്നു, ആ കാര്യങ്ങളെല്ലാം ഈ ഒരു സ്മാർട്ട് കെയിനിലൂടെ അറിയാൻ പറ്റും. ഓക്കെ, അപ്പം കണ്ണുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. ഇനി ഇതാണ്ട് കണ്ണിൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ആദ്യത്തെ ഇമേജിനകത്ത് കണ്ടോ, നമ്മളൊക്കെ ചെയ്യുന്നതാണ്, എന്തെങ്കിലും പൊടി കയറി കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ണിട്ട് തിരുമും, ഇങ്ങനെ കണ്ണിട്ട് അങ്ങ് തിരുമും. മനസ്സിലായോ, പക്ഷെ അവിടെ ഒരു ഇൻഡു മാർക്ക് കൊടുത്തിട്ടുണ്ട്. എന്താ, അങ്ങനെ ചെയ്യരുതെന്ന് അർത്ഥം. അങ്ങനെ ചെയ്യരുതെന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മുടെ കണ്ണിൽ എന്തെങ്കിലും വീണ് കഴിഞ്ഞാലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ കണ്ണ് തിരുമരുത്. മനസ്സിലായോ, അല്ലെങ്കിൽ മറ്റൊരാളെ കൊണ്ട് ഊതിപ്പിക്കരുത് കണ്ണിലേക്ക്. നമ്മൾ ഓടിച്ചെന്ന് പറയുക കണ്ണിലൊന്ന് ഊതാൻ പറയും, അങ്ങനെയും ചെയ്യരുത്. എന്താ ചെയ്യേണ്ടത്, ശരിയായ പ്രക്രിയ വെള്ളം തളിക്കുക. അതായത് നമ്മൾ കണ്ണിനകത്തോട്ട് വെള്ളം ഒഴിക്കുക, വെള്ളം ഒഴിച്ചത് കഴുകുക. മനസ്സിലായോ, ആ രീതിയിലാണ് നമുക്ക് ഇത് മാറ്റാൻ പറ്റുന്നത്. അതാണ് ശരിയായ രീതി എന്ന് പറയുന്നത്. അതേപോലെ ടി വി ഒക്കെ കാണുമ്പോൾ എന്താ നോക്കിയേ, ഇരുട്ടുമുറിയിലിരുന്ന് കാണുന്ന ടി വി, അതും ഇത്ര അടുത്തിരുന്ന് കാണുക, കണ്ണ് എപ്പോൾ പോയെന്ന് ചോദിച്ചാൽ മതി, അല്ലയോ. നല്ല വെളിച്ചത്തിൽ ടി വി കാണുക. അതിൻ്റെ കാര്യങ്ങളാണ് അടുത്ത സ്ലൈഡിനകത്ത് പറഞ്ഞേക്കുന്നത്. അതാണ്ട് എന്തൊക്കെ ചെയ്യാം, കണ്ണ് തിരുമാതിരിക്കുക. ഇനി മങ്ങിയ വെളിച്ചത്തിൽ ടി വി കാണാതിരിക്കുക, ടി വി കാണുന്നതൊന്നും മങ്ങിയ വെളിച്ചത്തിൽ കാണരുത്. ഇനി കണ്ണിനുള്ളിൽ സ്പർശിക്കാതിരിക്കുക, കണ്ണിനകത്ത് നമ്മൾ തൊടാതിരിക്കുക. നമ്മൾ ഈ പൊടിയൊക്കെ വീഴുമ്പോൾ അല്ലെങ്കിൽ പക്കി വീഴുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കണ്ണിനകത്ത് ഇങ്ങനെ തൊട്ടൊക്കെ മാറ്റും. അതിനകത്ത് ചെറിയ മുറിവുകളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. മനസ്സിലായോ, അപ്പോൾ കണ്ണിനുള്ളിൽ സ്പർശിക്കാതിരിക്കുക. ദീർഘസമയം മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ, ടി വി തുടങ്ങിയ ഉപയോഗിക്കാതിരിക്കുക. കണ്ടിന്യൂസ് മൊബൈൽ ഉപയോഗം പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ട ഇതാണ്, നമ്മൾ ഏറ്റവും കൂടുതൽ പറയേണ്ട ഇതാണ്. ഞാനടക്കം ഉള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ജോലിയാണ് മൊബൈൽ ഫോൺ. അപ്പോൾ കണ്ടിന്യൂസ് മൊബൈൽ ഉപയോഗിക്കാതിരിക്കുക, കമ്പ്യൂട്ടർ ഉപയോഗിക്കാതിരിക്കുക, ടി വി ഉപയോഗിക്കാതിരിക്കുക. ഓക്കെ, മറ്റുള്ളവർ ഉപയോഗിച്ച് തൂവാലകൾ ഉപയോഗിക്കാതിരിക്കുക. അതായത് വേറൊരാൾ മൂക്കൊക്കെ തുടച്ച് മൂക്കളെയൊക്കെ പിഴിഞ്ഞ് കർച്ചീഫ് എടുത്ത് പെട്ടെന്ന് പൊടി, എടാ നിൻ്റെ കർച്ചീഫ് ഇങ്ങനെ എടുത്തേന്ന് പറഞ്ഞ് ആ കർച്ചീഫ് ഇട്ട് കണ്ണുടയ്ക്കരുത്. മനസ്സിലായോ, അപ്പം വേറൊരാൾ ഉപയോഗിച്ച കർച്ചീഫ് വെച്ച് എന്ത് ചെയ്യരുത്, നമ്മുടെ കണ്ണുകളൊന്നും തുടയ്ക്കാനോ ഒന്നും പാടില്ല. ആവശ്യത്തിന് വെളിച്ചം ലഭിക്കുന്ന സ്ഥലത്തിരുന്ന് വായിക്കുക, ഇരുട്ടുമുറിയിരുന്ന് വായിക്കരുത്. അല്ലെങ്കിൽ ചെറിയ മങ്ങിയ വെളിച്ചത്തിരുന്ന് വായിക്കാതെ നല്ല അത്യാവശ്യം ആവശ്യത്തിന് വെളിച്ചം വരുന്ന മുറികളിലിരുന്ന് പുസ്തകങ്ങൾ വായിക്കുക. കണ്ണിൻ്റെ പ്രശ്നങ്ങൾ നേരത്തെ തിരിച്ചറിയാൻ ഇടയ്ക്കിടെ കാഴ്ച പരിശോധന നടത്തുക. ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്യണം. നമ്മുടെ കണ്ണ് പരിശോധനകൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നടത്തണം, നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ, ഇലക്കറികളും പഴങ്ങളും പച്ചക്കറികളും അടങ്ങിയ ആഹാരം കഴിക്കുക. വൈറ്റമിൻ എ, കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിനാണെന്ത്, വൈറ്റമിൻ എ. വൈറ്റമിൻ എ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളതാണ് ഇലക്കറികൾ, ചുവന്ന പച്ചക്കറികൾ, പഴങ്ങൾ, ബീട്രൂട്ട്, ക്യാരറ്റ്, അതേപോലെ തന്നെ പയറുവർഗ്ഗങ്ങൾ, പാല്, മുട്ട, കോഡ് ലിവർ ഓയിൽ, ഇതെല്ലാം വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ളതാണ്. വൈറ്റമിൻ എ ആണ് കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം എന്ന് പറയുന്നത്. മനസ്സിലായോ, അപ്പോൾ വൈറ്റമിൻ എ റിച്ച് ഫുഡുകളൊക്കെ കഴിക്കുക കണ്ണിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി. ഓക്കെ, അപ്പോൾ ഇതാണ് കണ്ണിൻ്റെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ. എന്തൊക്കെയാ, കണ്ണുകൾ തിരുമാതിരിക്കുക, മങ്ങിയ വെളിച്ചത്തിൽ ടി വി കാണാതിരിക്കുക, കണ്ണിനുള്ളിൽ സ്പർശിക്കാതിരിക്കുക, ദീർഘസമയം മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ, ടി വി തുടങ്ങിയവ ഉപയോഗിക്കാതിരിക്കുക, മറ്റുള്ളവർ ഉപയോഗിച്ച തൂവാലകൾ ഉപയോഗിക്കാതിരിക്കുക, ആവശ്യത്തിന് വെളിച്ചം ലഭിക്കുന്ന സ്ഥലത്തിരുന്ന് വായിക്കുക, കണ്ണിൻ്റെ പ്രശ്നങ്ങൾ നേരത്തെ തിരിച്ചറിയാൻ ഇടയ്ക്കിടയ്ക്ക് പരിശോധന നടത്തുക, ഇലക്കറികളും പഴങ്ങളും പച്ചക്കറികളും അടങ്ങിയ ആഹാരം കഴിക്കുക. അതേപോലെ തന്നെ ഓർത്തിരുന്നോണം, കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം
ആവശ്യമായ ജീവകം ഏതാണ്? വൈറ്റമിൻ എ, റെറ്റിനോൾ. ശാസ്ത്രീയ നാമമാണ് എന്ത്? റെറ്റിനോൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? വൈറ്റമിൻ എ റിച്ച് ഫുഡുകളാണ് ഇലക്കറികൾ, പച്ചക്കറികൾ, എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ കണ്ണുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 5ാം ക്ലാസ്സുകാരൻ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിച്ചത്. ഇനി അടുത്ത ആൾ താണ്ടെ ഇമേജ് നോക്കിയേ. കണ്ണുകെട്ട് കളി നമ്മൾ ചെറുപ്പത്തിൽ കളിച്ചിട്ടുള്ള അല്ലയോ? കണ്ണുകെട്ടി ആളെ കണ്ടുപിടിക്കുക. എങ്ങനെയാ? അയാളുടെ ശബ്ദം കേട്ടാണ് നമ്മൾ തിരിച്ചറിയുന്നത്. അയാൾ ഏത് സ്ഥലത്താണ് നിൽക്കുന്നത്. ഇപ്പോൾ എൻ്റെ കണ്ണ് മൂടി കെട്ടി അയാൾ എവിടെ നിന്നാണ് എന്നെ വിളിക്കുന്നത്, അയാളുടെ ശബ്ദം തിരിച്ചറിഞ്ഞ അയാളുടെ സ്ഥാനം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലയോ? അതാണ് നമ്മുടെ ചെവി എന്ന് പറയുന്ന 2ാമത്തെ സെൻസ് ഓർഗൻ എന്ന് പറയുന്നത്, അല്ല ഇന്ദ്രിയം എന്ന് പറയുന്നത്. കേൾവിയെ സഹായിക്കുന്ന അവയവമാണെന്ത്? ചെവി എന്ന് പറയുന്നത്. കേൾവിയെ സഹായിക്കുന്ന അവയവമാണ് ചെവി. കേൾവിക്കുറവുള്ളവരെ സഹായിക്കുന്ന വിവിധ സംവിധാനങ്ങളുണ്ട്. ചെവിയുടെ സംരക്ഷണത്തിന് പ്രാധാന്യം ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ കേൾവിക്ക് വേണ്ടിയിട്ടാണ് ചെവി എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. പല കാരണങ്ങളാലും കേൾവിക്കുറവുണ്ടാകാറുണ്ട്. ഇത് പരിഹരിക്കാനുള്ള ഉപകരണങ്ങളാണ് ശ്രവണ സഹായികൾ എന്ന് പറയുന്നത്. ശബ്ദത്തിൻ്റെ ഉച്ചത കൂട്ടാനും വ്യക്തത വരുത്താനും പ്രത്യേക സംവിധാനങ്ങളുള്ള വിവിധതരം ശ്രവണ സഹായികൾ ഇന്ന് ലഭ്യമാണ്. ഹിയറിംഗ് എയ്ഡ് നമ്മൾ ചെവിയിൽ വെക്കുന്ന കേൾവി പ്രശ്നമുള്ളവർക്കൊക്കെ നമ്മൾ വെക്കുന്ന ഒരു സാധനമാണ് ഹിയറിംഗ് എയ്ഡ്. ആ ഹിയറിംഗ് എയ്ഡ് നമ്മൾ ട്യൂൺ ചെയ്ത് അതിൻ്റെ കറക്റ്റായിട്ടുള്ള അതിൻ്റെ വ്യക്തതയും ഉച്ചതയൊക്കെ കൂട്ടാൻ നമുക്ക് പറ്റുന്ന കാര്യമാണ്. മനസ്സിലായോ? പിന്നെ അടുത്ത കൊടുത്തേക്കുന്നതാണ്, ടെക്സ്റ്റിനകത്ത് കൊടുത്തിരിക്കുന്നതാണ് കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ. ജന്മനായുള്ള കേൾവി തകരാറുകൾ പരിഹരിക്കാനുള്ള മാർഗമാണ് കോക്ലിയർ ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. അതായത് ചെവിക്കകത്തുള്ള കോക്ലിയ ഇംപ്ലാന്റേഷൻ ചെയ്യുക. ചെവിക്കുള്ളിലെ കോക്ലിയ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയാണ് എന്ത്? കോക്ലിയർ ഇംപ്ലാന്റേഷൻ. ഇതിൻ്റെ ഒരു പദ്ധതിയുണ്ട് അല്ലയോ? ശ്രുതി തരംഗം. ശ്രുതി തരംഗം എന്ന് പറയുന്ന ഒരു പദ്ധതി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്താ ശ്രുതി തരംഗം? ശ്രുതി തരംഗം 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ശ്രുതി തരംഗം എന്താ? 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കേൾവി തകരാറ് പരിഹരിക്കാൻ വേണ്ടി കോക്ലിയ ഇംപ്ലാന്റേഷൻ നടത്തുന്ന ഒരു പദ്ധതിയാണ് എന്ത്? ശ്രുതി തരംഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ പറഞ്ഞപ്പോൾ ഞാനൊന്ന് പറഞ്ഞതാ ശ്രുതി തരംഗം. അടുത്ത കാലങ്ങളിലെ പരീക്ഷകളിലൊക്കെ സ്ഥിരം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ എന്താണ് ശ്രുതി തരംഗം? എന്താണ് പദ്ധതി എന്ന് വെച്ച് കഴിഞ്ഞാൽ കോക്ലിയർ ഇംപ്ലാന്റേഷൻ, അതായത് കോക്ലിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ. ആർക്ക് വേണ്ടിയിട്ടുള്ളതാ? 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കോക്ലിയ ഇംപ്ലാന്റേഷൻ ചെയ്തു കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് എന്ത്? ശ്രുതി തരംഗം എന്ന് പറയുന്നത്. മനസ്സിലായോ? എന്നാൽ ഈ കുട്ടികൾക്ക് കോക്ലിയ ഇംപ്ലാന്റേഷന് ശേഷമുള്ള തുടർ ചികിത്സാ സഹായമാണെന്ത്? ധ്വനി എന്ന് പറയുന്നത്. തുടർ ചികിത്സാ സഹായമാണ് ധ്വനി എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ശ്രുതി തരംഗം കോക്ലിയ ഇംപ്ലാന്റേഷൻ ആണ്. എന്നാൽ അതിനുശേഷമുള്ള തുടർ ചികിത്സയാണ് ധ്വനി എന്ന് പറയുന്ന പദ്ധതി. മനസ്സിലായോ? ഇത് രണ്ടും ആണ് ഇന്ന് ലയിപ്പിച്ച് കാതോരം എന്ന പദ്ധതിയിലേക്ക് വന്നു നിൽക്കുന്നത്. അപ്പോൾ ഈ 3 പദ്ധതികളും എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ശ്രുതി തരംഗം, ധ്വനി, കാതോരം. ശ്രുതി തരംഗം എന്താ പദ്ധതി? കോക്ലിയ ഇംപ്ലാന്റേഷൻ. ആർക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് വെച്ചാൽ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ്. ഒരു പോയിന്റ് കൂടെ കേട്ടോണം. ഈ ശ്രുതി തരംഗത്തിലൂടെ കേൾവി ശക്തി മാത്രമല്ല, കേൾവി തകരാറ് മാത്രമല്ല പരിഹരിക്കുന്നത്. പിന്നെന്താ? നമുക്കറിയാം ഈ കേൾവി പ്രശ്നമുള്ളവർക്ക് സ്വാഭാവികമായിട്ടും അവർക്ക് സംസാരശേഷിയും പ്രശ്നമാണ്. അവരുടെ സംസാരവും അത്രയും കറക്റ്റ് ആയിരിക്കത്തില്ല. അവർക്ക് സ്പീച്ച് തെറാപ്പിയുടെ ആവശ്യമുണ്ട്. അപ്പം ഒരു ഓഡിയോ വെർബൽ ഹാബിലിറ്റേഷനിലൂടെ ഓഡിയോ വെർബൽ ഹാബിലിറ്റേഷനിലൂടെ സംസാരശേഷിയും വീണ്ടെടുക്കുന്നുണ്ട്. ഏത് പദ്ധതിയിലൂടെ? ശ്രുതി തരംഗം പദ്ധതിയിലൂടെ. ഓക്കെ, അപ്പോൾ ആ പദ്ധതി പഠിച്ചല്ലോ. എന്താണ് ആ പദ്ധതി? കോക്ലിയ ഇംപ്ലാന്റേഷൻ. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കോക്ലിയ ഇംപ്ലാന്റേഷൻ ആണ്. എന്നാൽ ആ പദ്ധതിയിൽ തന്നെ പറയുന്ന മറ്റൊരു കാര്യമാണ് എന്ത്? ഓഡിയോ വെർബൽ ഹാബിലിറ്റേഷനിലൂടെ. ഓഡിയോ വെർബൽ ഹാബിലിറ്റേഷനിലൂടെ സംസാരശേഷിയും വീണ്ടെടുക്കുന്നു. ഓക്കെ, ഇനി കോക്ലിയ ഇംപ്ലാന്റേഷന് ശേഷമുള്ള തുടർ ചികിത്സ, ധ്വനി, ഇത് രണ്ടും കൂടെ ലയിപ്പിച്ച പദ്ധതിയാണ് കാതോരം. ഓക്കെ, അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പം ചെവിയുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ളത്. ചെവിക്കാത്ത ഭാഗങ്ങളൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. അതൊക്കെ ഇനി വലിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്ന കാര്യം. ഇനി അടുത്തത് മണം.
നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് അടുക്കളയിലൊക്കെ നല്ല ഫുഡൊക്കെ വെക്കുമ്പോഴത്തേനും നല്ല മണം ഇങ്ങോട്ട് അടിക്കും അല്ലയോ? അങ്ങനെ മണം അടിക്കുന്ന ഒരാളുടെ ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അപ്പുറത്ത് മൂക്കൊലിപ്പ് കാരണം എന്ത് വരുന്നില്ല, ആ മണവും കിട്ടുന്നില്ല. അങ്ങനെ ആ വിഷമത്തിലിരിക്കുന്ന ഒരാളുടെ ഫോട്ടോയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ചുറ്റുപാടുമുള്ള വിവിധ മണങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട്, ചുറ്റുപാടുമുള്ള വിവിധ മണങ്ങൾ നമുക്ക് തിരിച്ചറിയാനാവുന്നുണ്ട്. മണങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്നതാണ് മൂക്കിൻ്റെ ജോലി എന്ന് പറയുന്നത്. പല ജീവികൾക്കും മണം അറിയാനുള്ള കഴിവുകളുണ്ട് അല്ലയോ? മണം അറിയാനുള്ള കഴിവുകളുണ്ട്. ജീവികൾക്ക് മണത്തറിയാനുള്ള കഴിവ് പലർക്കും പല വ്യത്യസ്ത രീതിയിലുമാണ്. മനസ്സിലായി? ചിലർക്ക് കൂടുതലാണ്, ചിലർക്ക് കുറവാണ്. ആ രീതിയിൽ വ്യത്യാസവും കാണും. ഓക്കെ, ഇനി മൂക്കിനുള്ളിൽ എപ്പോഴും ഈർപ്പം അനുഭവപ്പെടാറില്ലേ? ഒരു സ്രവം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ് ഇതിന് കാരണം. അപ്പം മൂക്കിനുള്ളിൽ എപ്പോഴും ഈർപ്പം അനുഭവപ്പെടാൻ കാരണം എന്തുവാ? അതിനകത്ത് വരുന്ന ഉൽപ്പാദിപ്പിക്കുന്ന ഒരു തരത്തിലുള്ള സ്രവമാണ്. മൂക്കിലെത്തുന്ന പൊടിപടലങ്ങളും രോഗാണുക്കളും നീക്കം ചെയ്യലാണ് ഈ സ്രവത്തിൻ്റെ ധർമ്മം. വൈറസ് ബാധ ഉണ്ടാകുമ്പോൾ ഈ സ്രവം കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അവസ്ഥയാണ് ജലദോഷം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം മൂക്കിലെ പൊടിപടലങ്ങളെയൊക്കെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സ്രവം ഉണ്ടാകുന്നത്. മൂക്കൊലിക്കുന്ന പോലെ ഇച്ചിരി വെള്ളം പോലെ വരത്തില്ലേ? അതാണ് സ്രവം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഉൽപ്പാദിപ്പിക്കാൻ കാര്യം എന്തുവാ? ഈ നമ്മൾ ശ്വസിക്കുന്ന വായിലെ പൊടിപടലങ്ങളെയൊക്കെ നീക്കം ചെയ്യാനാണ്. കാരണം ഇത് ഒരുപാട് പൊടിപടലങ്ങളുടെ അളവ് കൂടുമ്പോഴാണ് നമ്മുടെ മൂക്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഈ പറഞ്ഞ ദ്രവത്തിൻ്റെ അളവും കൂടാറുണ്ട്, ഈ സ്രവത്തിൻ്റെ അളവും കൂടാറുണ്ട് അല്ലയോ? ഇപ്പോൾ വൈറസ് ബാധയൊക്കെ ഉണ്ടാകുമ്പോൾ എന്ത് പറ്റും? ഇതിൻ്റെ ഉൽപ്പാദനം കൂടും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ജലദോഷം പോലുള്ള പ്രശ്നങ്ങൾ വരുന്നത്. ആ ഒരു അവസ്ഥയാണ് ജലദോഷം എന്ന് പറയുന്നത്. അപ്പോൾ ജലദോഷം ഇവിടെ നമുക്ക് മനസ്സിലാവുന്ന ഒരു പോയിന്റും കൂടെ ഓർത്തോണം. ജലദോഷം എന്ന് പറയുന്നത് എന്ത് രോഗമാണ്? അതൊരു വൈറസ് രോഗമാണ്. വൈറസ് രോഗമാണെന്നുകൂടി മനസ്സിലാക്കണം. ഓക്കെ, ഇനി കൂടുതൽ സ്രവം ഉണ്ടാകുമ്പോൾ മണമറിയാൻ സഹായിക്കുന്ന കോശങ്ങളിലേക്ക് ഗന്ധകണികകൾ എത്താതാവും. അതുകൊണ്ടാണ് മണം അറിയാത്തത്. അപ്പോൾ ഒരുപാട് ജലദോഷം വരുമ്പോൾ എന്ത് പറ്റും? ഈ സ്രവം നമ്മുടെ ഗന്ധം തിരിച്ചറിയാനുള്ള ഗന്ധകണികളുണ്ടല്ലോ, അത് എത്താതാവും. അത് അങ്ങനെയാണ് നമുക്ക് മണം കിട്ടാതെ വരുന്നത്. ഓക്കെ, ഇനി അടുത്ത സദ്യക്കകത്ത് ഒരു ഇലയ്ക്കകത്ത് നിറയെ സദ്യ. ഈ ഇമേജ് കണ്ടപ്പോൾ തന്നെ നമ്മുടെ നാക്കിൻ്റെ ഈ ഭാഗത്തുനിന്നും നാക്കിൻ്റെ അടിയിൽ നിന്നുമൊക്കെ ഉമിനീര് ഇറങ്ങാൻ തുടങ്ങും അല്ലയോ? അതായത് രുചികൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന സെൻസ് ഓർഗനാണ് നാവ് എന്ന് പറയുന്നത് അല്ലയോ? രുചികൾ തിരിച്ചറിയാൻ സഹായിക്കുന്നതാണ് നാവ് എന്ന് പറയുന്നത്. ഭക്ഷണ പദാർത്ഥങ്ങൾ ഉമിനീരിലലിഞ്ഞ് നാവിനുള്ളിലുള്ള സ്വാദമുകുളങ്ങളെ ഉത്തേജിപ്പിക്കുമ്പോഴാണ് നമ്മൾ രുചി അറിയുന്നത്. അതായത് നമ്മുടെ നാക്ക ഇച്ചിരി വലുതായിട്ട് ഞാൻ വരച്ചെന്നേ ഉള്ളൂ. ഓക്കെ, നാക്കിൻ്റെ മുൻഭാഗത്ത് വരുന്ന മധുരം, ഇവിടെ വരുന്ന രുചിയാണെന്ത്? മധുരം എന്ന് പറയുന്നത്. ഇതിൻ്റെ മുൻവശങ്ങളിൽ വരുന്നതാണെന്ത്? ഉപ്പ്. വശങ്ങളിൽ കാണപ്പെടുന്ന രുചിയാണ് പുളി. ഇവിടെ വരുന്നതാണ് കയ്പ്പ്. ഇതിൻ്റെ നടുക്കായിട്ട് വരുന്നതാണ് ആറാമത്തെ രുചിയായ ഉമാമി. മനസ്സിലായോ? പ്രാഥമിക രുചികളെന്ന് പറയുമ്പം നമുക്ക് പല കണ്ടന്റിനകത്തും പല രീതിയിലും ചോദിച്ചിട്ടുണ്ട്. PSC മുമ്പ് 4 എന്ന് പറഞ്ഞ് ഉത്തരം കൊടുത്തിട്ടുണ്ട്, 5 എന്ന് കാണാം. നമ്മുടെ ഈ ചാപ്റ്ററിനകത്ത് 6 എന്നും നിങ്ങൾക്ക് കാണാം. മനസ്സിലായോ? ഈ ഒരു ചാപ്റ്ററിനകത്ത് നിങ്ങൾ 6 ആയിട്ടും കാണാം. അപ്പോൾ എന്തായാലും ആ രുചികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പറയാം. ആദ്യം പറഞ്ഞ ഈ 4 എണ്ണം ഏതൊക്കെയാ? ആ 4 എണ്ണമാണ് ഈ പറഞ്ഞതെല്ലാം. മുൻഭാഗത്തുള്ള മധുരം, മുൻ വശങ്ങളിലുള്ള ഉപ്പ്, വശങ്ങളിൽ വരുന്ന പുളി, കയ്പ്പ്. അപ്പോൾ ഏതൊക്കെയാ 4 രുചി എന്ന് പറയുന്നത്? മധുരം, ഉപ്പ്, പുളി, കയ്പ്പ്. ഓക്കെ, ഇനി 5ാമത്തെ രുചിയായിട്ട് നമ്മൾ പറയുന്നതാണ് എന്ത്? ഉമാമി എന്ന് പറയും. ഉമാമി അതായത് ഈ അജിനോമോട്ടോ, പാല്, കടൽ വിഭവങ്ങളുടെയൊക്കെ രുചി ഉണ്ടല്ലോ, അതാണ് ഉമാമി എന്ന് പറയുന്നത്. ഒരു ജപ്പാനീസ് പദമാണ് ഉമാമി എന്ന് പറയുന്നത്. സന്തോഷകരമായത്, അതിൻ്റെ അർത്ഥം ചോദിച്ചിട്ടുണ്ട്. സന്തോഷകരമായത് എന്നർത്ഥം വരുന്ന ഉമാമി എന്നതാണ് 5ാമത്തെ രുചി. 6ാമത്തെ രുചി എന്ന് പറയുന്നത് ഒലിയോഗസ്റ്റസ്. മനസ്സിലായോ? ഒലിയോഗസ്റ്റസ് എന്ന് പറഞ്ഞൊരു ലാറ്റിൻ പദമാണ്. അതിൻ്റെ അർത്ഥമാണ്, അത് എന്തിൻ്റെ രുചിയാണെന്ന് വെച്ചാൽ കൊഴുപ്പിൻ്റെ രുചിയാണ് എന്ത്? ഒലിയോഗസ്റ്റസ്. അപ്പോൾ ഇതാണ് 6 രുചികൾ. ഈ ചില ടെക്സ്റ്റുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 6 പ്രാഥമിക രുചികൾ എന്ന് പറയുന്നതിനെ കാണാം.
അതല്ല 5 പ്രാഥമിക രുചികളായിട്ട് നമുക്ക് കാണാം. നെറ്റിലൊക്കെ നോക്കി കഴിഞ്ഞാൽ 5 പ്രാഥമിക രുചികൾ കാണാം. 4 എന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. PSC ഇതിനു മുമ്പ് 4 എന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയും ചോദിച്ചിട്ടുണ്ട്, താഴെ കൊടുത്തിരിക്കുന്നതിൽ പ്രാഥമിക രുചികളിൽ പെടാത്തത് ഏത്? മധുരം, ഉപ്പ്, പുളി, എരിവ്. മനസ്സിലായോ? മധുരം, ഉപ്പ്, പുളി, എരിവ്. അതിനകത്ത് പ്രാഥമിക രുചിയിൽ പെടാത്തത് ഏതാണെന്ന് വെച്ചാൽ എരിവ്. എരിവ് ഒരു പ്രാഥമിക രുചിയല്ല, അതായത് ഒരു കോമ്പിനേഷൻ ടേസ്റ്റാണ്. ഈ പ്രാഥമിക രുചികൾ പലതും കൂടിക്കലർന്നുണ്ടാവുന്ന ഒരു കോമ്പിനേഷൻ ടേസ്റ്റ് പോലാണ് നമ്മൾ എന്തിനെ കാണുന്നത്? എരിവെന്ന് പറയുന്നത് കാണുന്നത്. മനസ്സിലായോ? അപ്പോൾ അത് പ്രാഥമിക രുചികളിൽ വരാത്തതാണ്. ക്ലിയർ? അപ്പോൾ ഇതിൻ്റെ സ്ഥാനം ഒന്ന് പഠിച്ചു വെച്ചേക്കണം. മുൻഭാഗം, അഗ്രഭാഗത്ത്, നാക്കിൻ്റെ അഗ്രഭാഗം. മനസ്സിലായോ? ഇതെന്ന് പറയുന്നത് എന്തുവാ? മുൻവശം. ഇത് വശങ്ങളിൽ, പിൻഭാഗത്തായി കാണപ്പെടുന്നു. അപ്പോൾ വേണേൽ ഈ സ്ഥാനങ്ങൾ വെച്ച് വേണേൽ എക്സാമിന് ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഇതാണ്ട് പ്രാഥമിക രുചികൾ 6 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. മധുരം, കയ്പ്, പുളി, ഉപ്പുമാമി, ഒലിയോഗസ്റ്റസ് എന്നിവയാണ് 6 മൗലിക രുചികൾ എന്ന് പറയുന്നത്. ആദ്യ 4 എണ്ണം അവയുടെ പേരിൽ തന്നെ സുപരിചിതമാണ്. എന്നാൽ 5ാമത്തേതായ ഉമാമി ഇതിന് മാംസത്തിൻ്റെ സ്വാദാണ്. സന്തോഷകരമായത്, സ്വാദുള്ള എന്നർത്ഥം വരുന്ന ഈ ജപ്പാനീസ് പദമാണ് ഉമാമി എന്ന് പറയുന്നത്. 6ാമത്തെ രുചിയായ ഒലിയോഗസ്റ്റസ് എന്ന വാക്കിൻ്റെ അർത്ഥം കൊഴുപ്പിൻ്റെ രുചി എന്നാണ്. മനസ്സിലായോ? ഈ പ്രാഥമിക വർണ്ണങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫിസിക്സിനകത്തൊക്കെ അല്ലേ? പ്രാഥമിക വർണ്ണങ്ങൾ വ്യത്യസ്ത അനുപാതത്തിൽ കൂടി ചേർന്ന് പലതരം വർണ്ണങ്ങൾ ഉണ്ടാകുന്നു. അതേപോലെ മൗലിക രുചികൾ വ്യത്യസ്ത അനുപാതത്തിൽ കൂടിച്ചേർന്ന് ആയിരക്കണക്കിന് രുചികൾ ഉണ്ടാകുന്നു. എരിവ് അത്തരത്തിൽ ഒരു രുചിയാണ്. അപ്പം ഈ കോമ്പിനേഷനിലൂടെ ഉണ്ടാകുന്ന ഒരു രുചി മാത്രമാണ് എന്ത്? എരിവ് എന്ന് പറയുന്നത്. അത് ഇതിനകത്ത് വരുന്നില്ല, പ്രാഥമിക രുചികളിൽ വരുന്നില്ല. ഓക്കെ ആണല്ലോ? അപ്പം നാവുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ പഠിച്ചേ. ഇനി അടുത്ത തൊട്ടറിഞ്ഞ്, അതായത് സ്കിന്ന്, ത്വക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മേശപ്പുറത്ത് പന്ത്, പല ആകൃതിയിലുള്ള മുത്തുകൾ, തണുത്ത വെള്ളം, മിനുസമുള്ള കല്ല്, പരുപരുത്ത കല്ല് എന്നിവ വെച്ചിരിക്കുന്നു. കണ്ടില്ലേ? കുട്ടിയുടെ കണ്ണ് കെട്ടി വെച്ചേക്കുവാണ്. അപ്പം എങ്ങനെയാണിത് മനസ്സിലാക്കുന്നത്? ഓരോ വസ്തുക്കൾ തൊടുമ്പോഴും അതിൻ്റെ ആകൃതി, ഷേപ്പ് ഒക്കെ വെച്ച് നമുക്ക് മനസ്സിലാക്കാറുണ്ട്. ശരീരത്തെ പൊതിഞ്ഞുകൊണ്ടുള്ള മൊത്തവും ആവരണം ചെയ്യുന്ന ഒരു തൊലിയുണ്ട്. ജീവികളിലെ തൊലികൾക്ക് വ്യത്യസ്തത, ഓരോ ജീവികളിലും തൊലികൾക്ക് എന്താ വ്യത്യാസമാണ്. നമ്മൾ ആദ്യത്തെ ഇമേജ് മുതലയുടെ കണ്ടപ്പം പാറ പോലുള്ള തൊലിയാണ് അതിന്, പക്ഷെ എവിടെ തൊട്ടാലും നമുക്ക് സമ്പർക്കം തിരിച്ചറിയാൻ പറ്റും. കോണ്ടാക്റ്റ്, സ്പർശനം അറിയാൻ പറ്റുന്ന ഒരു ജീവിയാണെന്ന് മുതലെന്ന് പറയുന്നത്. ഓക്കെ, സ്പർശനത്തിലൂടെ വസ്തുക്കളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന അവയവമാണ് ത്വക്ക്. ചൂട്, തണുപ്പ് തുടങ്ങിയ അറിയുന്നതിനും ത്വക്ക് സഹായിക്കുന്നു. ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ത്വക്ക് എന്ന് പറയുന്നത്. അത് ഓർത്തോണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇത് PYQ ആണ്. ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഓർത്തോണം, ശരീരത്തിലെ വലിയ അവയവമെന്നോ ഭാരം കൂടിയ അവയവമെന്നോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെ നമ്മുടെ ത്വക്കാണ്. ഏകദേശം 10 to 12 അല്ലെങ്കിൽ 10.5 കിലോഗ്രാമാണ് എന്തിൻ്റെ ഭാരം? ത്വക്കിൻ്റെ ഭാരം. അപ്പം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം എന്നോ ഏറ്റവും ഭാരം കൂടിയ അവയവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയാം? ത്വക്ക് പറയാം. ഓക്കെ, ശരീരത്തിനുള്ളിലേക്ക് രോഗാണുക്കൾ പ്രവേശിക്കാതെ ത്വക്ക് തടയുന്നു. അതായത് നമ്മുടെ ശരീരത്തിലെ ഒരു പൊതുവായ പ്രതിരോധത്തിന് എക്സാമ്പിൾ കൂടിയാണ് എന്ത്? ത്വക്ക് എന്ന് പറയുന്നത്. ശരീരത്തിന് ചൂട് നിയന്ത്രിക്കുന്നതിനും വിയർപ്പിലൂടെ മാലിന്യം തള്ളുന്നതിനും ത്വക്കിന് പങ്കുണ്ട്. അപ്പം ത്വക്കിൻ്റെ ജോലി ആണ് എന്തൊക്കെ? ചൂട്, ശരീര താപനില നിലനിർത്തുന്നു, വിയർപ്പിലൂടെ വിസർജനം നടത്തുന്നു. അതൊക്കെ ത്വക്കിൻ്റെ ധർമ്മങ്ങളിൽ പെടുന്നതാണ്. മനസ്സിലായല്ലോ? പിന്നെ അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ത്വക്ക് വൃത്തിയായി സൂക്ഷിക്കുക, ആവശ്യത്തിന് വെള്ളം കുടിക്കണം, ത്വക്കിൻ്റെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ഇലക്കറികൾ, പഴങ്ങൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ക്ലിയർ? അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണോ? ഇത്രയാണ് നമ്മൾ ത്വക്കുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ത്വക്കുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചുകൂടെ ഡീപ്പായിട്ട് നമ്മൾ വലിയ ക്ലാസ്സുകളിലെ ചാപ്റ്ററിനകത്തൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അതായത് ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ പറഞ്ഞ സെൻസ് ഓർഗൻസിനെ പറ്റിയാണ്, ജ്ഞാനേന്ദ്രിയങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് പറഞ്ഞത്.
ജ്ഞാനേന്ദ്രിയങ്ങളുടെ എല്ലാ പോയിന്റുകളും നമ്മൾ പറഞ്ഞിട്ടില്ല. ഒരു 5ാം ക്ലാസ്സുകാരന് പഠിക്കേണ്ട രീതിയിൽ എന്തൊക്കെയാണോ അതിൽ ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു അറിവാണ് നമ്മൾ നേടിയത്. ഇനി ഇതിനകത്ത് ഒരു 10ാം ക്ലാസ്സിലേക്ക് അല്ലെങ്കിൽ 9ാം ക്ലാസ്സിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ കുറച്ചുകൂടെ വിശദമായ കാര്യങ്ങൾ, കുറേ കൂടി അതിൻ്റെ സ്ട്രക്ചർ, കണ്ണിൻ്റെ സ്ട്രക്ചർ അടക്കം നമ്മൾ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ അത് ആ ഒരു ഭാഗം വരുമ്പോഴത്തേനും നമ്മൾ എന്തായാലും അതിനകത്ത് അത് പഠിക്കും. ഓക്കെ, അപ്പം സെൻസ് ഓർഗൻസ് എന്ന് പറയുന്ന 5ാം ക്ലാസ്സിൽ ഈ ഒരു ചാപ്റ്റർ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിനകത്ത് വരുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ്. അപ്പം അതോടുകൂടി 5ാം ക്ലാസ് നമുക്ക് പൂർണ്ണമാവും. ഓക്കെ, 5ാം ക്ലാസ്സിൽ ബയോളജി ചാപ്റ്ററുകളെല്ലാം കഴിയും. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് 5ാം ക്ലാസ്സിലെ ഏറ്റവും അവസാനത്തെ ചാപ്റ്ററുമായിട്ട് വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.